അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. നമ്മൾ ഇന്നലെ കണ്ണൂരുള്ള ഒരു പെൺകുട്ടിയുടെ അനുഭവം നമ്മൾ പങ്കുവച്ചിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ചേ ആയിരുന്നുള്ളൂ. പക്ഷേ ഭർത്താവിൽ നിന്ന് വളരെ മോശം അനുഭവങ്ങൾ ഉണ്ടായി. ഭർത്താവ് എന്തോ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, വേറെ പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഒടുവിൽ ആ പെൺകുട്ടി ജീവനൊടുക്കുക. നമ്മൾ ഇന്നലെ ആ വിഷയം പറഞ്ഞപ്പോൾ എനിക്കൊരു ലേഡി വിളിച്ചു. ആ ലേഡി വിളിച്ചിട്ട് അവരനുഭവം ഒരു പറയാണ്. എന്നോട് പറഞ്ഞു, സാറി എൻ്റെ ലൈഫ് ഒന്ന് നിങ്ങൾ പറയണം. അതായത് ഇവർക്ക് രണ്ട് സഹോദരിമാരാണ്, എളാപ്പ മൂത്താപ്പ മക്കൾ, രണ്ട് പെൺകുട്ടികൾ. അങ്ങനെ ഇവർ ഒന്നിച്ചിട്ട് ഒരേ സ്കൂളിൽ പഠിച്ചു. നല്ല ഫ്രണ്ട്സ്. സാധാരണ ഇങ്ങനത്തെ കസിൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഇവർ നല്ല തിക്ക് ഫ്രണ്ട്സാണ്. രണ്ടുപേരും ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്താണ് ഇവരുടെ കല്യാണക്കാര്യം വന്നത്. ഈ കല്യാണക്കാര്യം വന്നപ്പോൾ ഇവർക്ക് ഒരേ ദിവസം കല്യാണം കഴിക്കണം എന്നുള്ള ഇവരുടെ തീരുമാനമാണ്. ഒരു ദിവസം കല്യാണം ആവണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ഇപ്പം നടന്നോളന്നില്ലല്ലോ. അങ്ങനെ രണ്ട് കൂട്ടിനെ അന്വേഷിക്കാൻ തുടങ്ങി. ഒരുത്തി നല്ല വെളുത്ത്, നല്ല നമ്മൾ ഈ സുന്ദരി എന്നൊക്കെ പറയുന്ന ഒരു പട്ടം കിട്ടാവുന്ന രൂപത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഇവർ പതിവ് പോലെ ഗൾഫുകാരെയൊക്കെ വിളിച്ചാണ് നോക്കിയത്. അങ്ങനെ ഒരു നല്ല കേസ് വന്നു. ആ നല്ല കേസ് വന്ന് ഗൾഫിൽ ദുബായിൽ നല്ലൊരു ജോലിയുള്ളൊരു ചെറുക്കനാണ്. അത്യാവശ്യം കുഴപ്പമില്ല. അവൻ്റെ കുടുംബമൊക്കെ നോക്കി നല്ല അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ്. എന്തുകൊണ്ടും ഒക്കും. ഇവളുടെ കല്യാണം നോക്കി. മറ്റുള്ള ലേശം ഒരു ഇരുണ്ട നിറമുള്ള ഒരാൾക്ക് ഒരു ഗൾഫുകാരനെ വന്നിട്ട് പലതും പറ്റണില്ല. ഒടുവിൽ കല്യാണം ഒരേ ദിവസം നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമം. മറ്റുള്ള പോലെ ഒരേപോലെ ഒരു പന്തലിൽ മണവാട്ടിയായിട്ട് രണ്ട് കൂട്ടരും ഇരിക്കണം എന്ന് ആഗ്രഹിച്ചു. രണ്ട് കുടുംബക്കാരും, രണ്ട് എളാപ്പി മുത്താപ്പി സഹോദരങ്ങളും ഇവരെ വാപ്പാരും സഹോദരങ്ങളാണ്. നല്ല ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സിനെ പോലെയുള്ള ആളുകളാണ്. അങ്ങനെ ഇവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാം. അങ്ങനെ മറ്റവരുടെ നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് റെഡിയാണ്. ഇവൾക്കൊരു കല്യാണക്കാരൻ വരണ്ട്. ഇവൾ ലേശം ഒരു കറുത്തതാണ്. പിന്നെ നമ്മൾ ചിലവർക്ക് ഈ കറുപ്പ് എന്ന് കണ്ടാൽ തന്നെ ഒരു ഭംഗിയില്ല. പിന്നെ ലേശം ഒരു തടിയുണ്ട്. അവൾ വാപ്പാട് പറഞ്ഞു, പൊന്നുപ്പ, എനിക്ക് ഈ ഗൾഫുകാരെ വേണ്ട. എനിക്ക് ഈ നാട്ടിലുള്ള നാടൻ പണി ചെയ്യുന്ന സാധാരണക്കാരെ മതി എന്ന് പറഞ്ഞു. വാപ്പ പറഞ്ഞു, ഒരിക്കലും സമ്മതിക്കൂല. എൻ്റെ പൊന്നു മോളെ, ഈ നാടൻ പണിക്ക് പോണവരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. വെറുതെ ഇവിടെ നടന്ന അണ്ണി കണ്ട കല്യാണത്തിനും മരിച്ചോടത്തൊക്കെ പോയിട്ട് ഒരു ഗുണമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ആളുകൾ ഗൾഫിൽ പോയിട്ട് 4 കാശുണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ മോളുടെ ഭാവിയൊക്കെ നന്നാവും. ഒടുവിൽ ഇവൾക്കൊരാളെ പറ്റി. ഇവൾ ഒരു സാധാരണക്കാരൻ, ഈ നാട്ടിൽ ഈ ഒരു വാർപ്പിൻ്റെ പണിയൊക്കെ എടുക്കുന്ന ഒരാളാണ്. നാടൻ പണിക്ക് പോകുന്ന ഒരു യുവാവ്, അത്യാവശ്യം ദീനീപരമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു യുവാവ് വന്നു. ആ യുവാവിന് ഇവൾക്ക് ഇഷ്ടമായി, അവൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമായി. പക്ഷേ ഇവളുടെ വാപ്പാക്ക് ഇഷ്ടമായില്ല, ഉമ്മാക്ക് ഇഷ്ടമായില്ല, വീട്ടുകാർക്കൊന്നും ഇഷ്ടമായിട്ടില്ല. അവർ പറഞ്ഞ് ഈ കല്യാണക്കാരിയിട്ട് മുന്നോട്ട് പോകണ്ട, ഓനിവിടെ നാടൻ പണി. ഓനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ മോശത്തരമൊന്നുമില്ല, അതൊക്കെ കറക്റ്റ് തന്നെയാണ്. അങ്ങനെ കള്ളുടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂട്ടുകെട്ടൊന്നുമില്ല. പക്ഷേ പൊന്നു മോളെ, ഇതൊന്നും പോകണ്ട. 24 മണിക്കൂർ ഇവിടെ, 24 മണിക്കൂർ ഗൾഫിലും, 24 മണിക്കൂർ. പക്ഷേ ജോലി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സാലറിയും അവിടെ കിട്ടുന്ന സാലറി നോക്കുമ്പോൾ ഏതിനാണ് മൂല്യം കൂടുതൽ? നമ്മുടെ നാട്ടിലത്തെ മൂല്യം കുറവല്ലേ? അങ്ങനെ ഇതൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ഇവള് പറഞ്ഞു, വേണ്ട, ഈ നാട്ടിലുള്ള ഒരു സാധാരണ മനുഷ്യനെ കല്യാണം കഴിച്ചാൽ മതി. ഇവനെ കല്യാണം കഴിച്ചു. ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് രണ്ട് കൂട്ടരെയും ഒരേ ദിവസം തന്നെ കല്യാണം വെച്ചത്. ഈ കല്യാണം വെച്ച് ഞാൻ അതൊരു അനുഭവം, ആ പെൺകുട്ടി പറഞ്ഞൊരു അനുഭവം ഞാൻ പറയണത് കേട്ടോ. ആ കല്യാണം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ രണ്ടുപേരും സന്തോഷമായി. പക്ഷേ ഹണിമൂണ് പോകുമ്പോഴാണ് വിഷയം വന്നത്. ഇവർ ബാങ്കോക്കിലേക്കും നല്ലൊരു അടിപൊളി യാത്രയൊക്കെ നടത്തി. ഈ പാവം നാട്ടിൽ കല്യാണം കഴിച്ചവൻ്റെ ടൂറ് ഊട്ടിയിലേക്കാണ്. അവൻ്റെ ഹണിമൂൺ എവിടേക്കാണ്? ഊട്ടി. അതെന്നെ ഇവള് പറഞ്ഞിട്ടാണ് ഊട്ടിക്ക് പോയത്. അങ്ങനെ എല്ലാം കൊണ്ടും മറ്റു കുടുംബക്കാർക്കിടയിൽ ഇവനക്കൊരു മോശം ഒരു ഇതുണ്ടായിരുന്നത്. കാരണം ഒരു കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത, അല്ലെങ്കിൽ ഈ കുടുംബക്കാരൻ ആ പേരും പെരുമൊക്കെ ഒപ്പം നിൽക്കാൻ പറ്റാത്ത ഒരാൾ. അതൊക്കെ ഇവള് സഹിച്ചു. കാരണം ഇവള് നിർബന്ധിപ്പിച്ചിട്ടാണ് ഇവനെ കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ ഒരു 3-4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ ഗൾഫുകാരൻ്റെ പത്രാസ് കണ്ട് കല്യാണം കഴിച്ചവളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒന്നാമത്തെ ഒരു പ്രശ്നം, ഓള് പഠിക്കാൻ നല്ല മിടുക്കിയായ ഒരാളായിരുന്നു. ആ പഠനം പൂർത്തീകരിച്ച് നല്ലൊരു PG ഒക്കെ എടുത്ത് നല്ലൊരു ജോലി വാങ്ങണമെന്ന കാര്യച്ചാൽ ഈ ഭർത്താവിൻ്റെ അമിതമായ സ്നേഹം കണ്ടപ്പോൾ അവൾ കരുതി, ഇനി എന്തിനാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്? എന്തിനാ എനിക്കൊരു ജോലി? എനിക്കിങ്ങനെ കറങ്ങി നടക്കാലോ, എനിക്ക് അവിടെ പോകാലോ ഇവിടെ പോകാലോ എന്നൊക്കെ പറഞ്ഞ് പഠനം ഒഴിവാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഭർത്താവും കൂടി സമ്മതിച്ചു, ഇനി പഠിക്കാൻ പോകണം എന്തിനാണ്? നീ നയിച്ചുണ്ടാക്കിയിട്ട് എന്നും എനിക്ക് കൊണ്ടുവരുന്ന എന്തിനാണ്? അങ്ങനെ അവളുടെ പഠിപ്പ് അവർ നിർത്തലാക്കുക. അവൾക്കും പഠിക്കാൻ ഇഷ്ടമല്ല, അവരും പഠിപ്പിക്കാൻ വിടുന്ന ഇഷ്ടമല്ല. ആദ്യം പറഞ്ഞിരുന്ന കല്യാണം കഴിക്കുമ്പോൾ പഠിപ്പിക്കാൻ വിടാന്നൊക്കെ പറഞ്ഞിരുന്നവരാട്ടാ. പിന്നെ അവളെ അമ്മായിമ്മക്കും വലിയൊരു താല്പര്യമില്ല. പക്ഷേ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അവൾക്ക് തോന്നി എങ്ങനെയൊക്കെ ഒന്ന് പഠിക്കാൻ പോയിട്ട് ഒരു നല്ലൊരു ജോലി വാങ്ങണം. പക്ഷേ നടക്കണ്ടേ? ഇനി ഇപ്പുറത്തുള്ള നാടൻ ആള്, അയാളൊരു നാടൻ മനുഷ്യൻ, ഒരു വലിയൊരു എന്താ പറയുക, അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ. അയാൾ പറഞ്ഞിട്ട്, പൊന്നു മോളെ, നീ പഠിക്കണം, നീ പഠിക്കാതെ ഇവിടെ ഇരിക്കരുത്. നിർബന്ധമായിട്ടും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് അയാൾ. അയാളെ ഭാര്യനെ കോളേജിൽ കണ്ടിന്യൂ ചെയ്യിപ്പിച്ചു, ഡിഗ്രി കണ്ടിന്യൂ ചെയ്യിപ്പിച്ചു, അതേപോലെ PG എടുപ്പിച്ചു. അൽഹംദുലില്ലാ
ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാൻ ആ ഭർത്താവ് ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഒന്നാമത്തോളം ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, വിചാരിച്ച പോലെയൊന്നും എല്ലാ കാര്യങ്ങളും. അങ്ങനെ പല മോശം സ്വഭാവം, ഭാര്യയെ മർദ്ദിക്കും. ഇപ്പുറത്തൊരാൾ നല്ല സ്നേഹമുള്ള ഒരാൾ. പലപ്പോഴും വിവാഹ ബന്ധങ്ങളിൽ നമ്മൾ നോക്കുന്ന ഒരു ഇതെന്നൊരു ഗൾഫുകാരനാണോ എങ്കിലൊക്കെ ഈ നമ്മുടെ നാട്ടിൽ നാടൻ പണിക്ക് പോകുന്ന ഒരാളെ ഒരു വിവാഹക്കാരൻ വന്നു കഴിഞ്ഞാൽ നമുക്കവരെ പരിഗണിക്കുകയില്ല. എന്തുമാത്രം മോശമാണെന്നറിയാം. എന്താണ് ഇപ്പം ഈ നാടൻ പണിക്കാർക്കൊരു മോശം? എന്നോട് ആ യുവതി വിളിച്ചിട്ട് പറയാണ്, ഇന്ന് ഞാൻ സന്തോഷവതിയാണ്, ഞങ്ങൾക്ക് വലിയ സമ്പത്തോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ കാറോ കാര്യങ്ങളോ, ഞങ്ങളൊരു ബൈക്കിലാണ് പോണത്, പക്ഷേ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും സന്തോഷമുണ്ട്. അന്ന് എൻ്റെ വാപ്പ വിചാരിച്ചതുപോലെ ഒരു ഗൾഫുകാരനെ കണ്ടെത്തിയിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ സഹോദരിയെ പോലെ, എൻ്റെ കസിനെ പോലെ ഞാൻ എന്താകുമായിരുന്നു? ലൈഫിൽ സന്തോഷം ഉണ്ടാവില്ല. എനിക്കൊരു പക്ഷേ ഗൾഫുകാരൻ്റെതായ ഐഫോൺ കാര്യങ്ങളൊക്കെ ഒരു കിട്ടുമായിരിക്കാം, പക്ഷേ ലൈഫിൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. ഇതാണ് ഇന്ന് സംഭവിക്കുന്ന പല ദുരന്തങ്ങളുടെയും കാരണം. നമ്മൾ നോക്കുന്നത് ഭൗതികമായ വിജയം. ആൾ ഗൾഫിലാണോ, അയാൾക്ക് അവിടെ ജോലിയുണ്ടോ, എത്ര സാലറി ഉണ്ട്, അവൻ വന്ന വണ്ടി ഏതാണ്, ഓടിയാണോ, എങ്കിലൊക്കെ നമ്മൾ ഇതിൻ്റെ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. വരുന്ന ഒരാൾ ഐഫോൺ കൊണ്ടുവരാൻ പറ്റുന്ന ആളാണോ? നിങ്ങളിതൊന്നും മാറ്റിയിട്ട് നിങ്ങളാളുടെ ജോലി, അയാൾ ഇവിടെ ഉള്ള ആളാണോ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. അയാളുടെ ധാർമ്മികമായ ചുറ്റുപാട് നോക്കിയാൽ പോരാ. നമ്മുടെ നാട്ടിലുള്ള ഒരാൾ പെണ്ണന്വേഷിച്ച് പോയാൽ ഇന്ന് പെണ്ണ് കിട്ടണില്ല. പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു പ്രശ്നം വേറെ, അതിനിടയിലാണ് പെണ്ണന്വേഷിച്ച് പോകുന്ന ചെക്കന്മാർക്ക് നാട്ടിൽ ജോലിയുള്ള ഒരാളാണെങ്കിൽ കിട്ടുക. അപ്പം എത്ര നാട്ടിൽ ജോലി ചെയ്ത് നല്ല പണ്ടം പോലെ പെണ്ണുങ്ങളെ നോക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് പങ്കുവെച്ച അനുഭവങ്ങൾ. എത്രയോ പേര് യുവാക്കൾ അവരവരുടെ ഭാര്യമാരെ പഠിപ്പിച്ച് നല്ല ജോലി വാങ്ങിപ്പിച്ച് കൊടുക്കാൻ അവർക്ക് അത്രയും പിന്തുണ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഈ ഗൾഫുകാരോട് എന്നോടൊരു വിരോധം കൊണ്ട് തോന്നരുത് കേട്ടോ, ഇയാൾ ഗൾഫുകാരങ്ങനെ ആക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിരോധത്തിന് പറഞ്ഞതല്ല. പക്ഷേ ഇതൊരു കാര്യമായൊരു സംഗതിയാണ്. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നാട്ടിലുള്ളൊരു നാടൻ പണിക്കാരനെ പരിഗണിച്ചാൽ അതായിരിക്കും പലപ്പോഴും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാനൊരു ചരിത്രം പറയാം. ആ ചരിത്രത്തിൽ ഏത് പ്രവാചകൻ്റേതാണ് നിങ്ങൾ പറയണം. ഒരു ചെറിയൊരു കുട്ടി, ആ കുട്ടിയോട് സഹോദരങ്ങൾക്ക് ഭയങ്കരമായ ഒരു വലിയ അസൂയ. അപ്പം എങ്ങനെയെങ്കിലും ആ സഹോദരനെ നശിപ്പിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ സഹോദരനെ ആട് മേക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ആട് മേക്കാൻ വേണ്ടി തുണക്ക് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വാപ്പാൻ്റെ സമ്മതമൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് അവനൊരു കിണറ്റിലിട്ടിട്ട് കൊല്ലണം എന്നായിരുന്നു അവർ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അത്ഭുതകരം, ആ കുട്ടി മരണപ്പെട്ടില്ല. അങ്ങനെ ആ കുഞ്ഞിനെ അവർ കൊന്നു. ആ കുഞ്ഞ് കിണറ്റിൽ വീണ് മരണപ്പെട്ടു തന്നെ ഉറപ്പിച്ചു. അങ്ങനെ പിതാവിൻ്റെ അടുത്തേക്ക് ഈ സഹോദരങ്ങൾ മടങ്ങി പോവാണ്. അപ്പോൾ പിതാവിനോടൊരു കാരണം പറയണ്ടേ. അവർ ഈ കുഞ്ഞിൻ്റെ ഷർട്ട് ആദ്യമേ അഴിച്ചു വാങ്ങിയിട്ട് അതിലൊക്കെ ആടിനറുത്ത് രക്തമൊക്കെ ആക്കിയിട്ട് ഈ ഒരു പൊന്നു മോനെ ചെന്നായി പിടിച്ചു എന്നൊരു കള്ളക്കഥയുണ്ടാക്കിയിട്ട് പിതാവിൻ്റെ മുന്നിൽ എത്തിച്ചു. ആ ഷർട്ട് കണ്ടപ്പോൾ ഷർട്ടിന് വേറെ പരുക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിതാവിന് മനസ്സിലായി ചെന്നായി പിടിച്ചതല്ല, മറിച്ച് എൻ്റെ മറ്റു മക്കളെ, എൻ്റെ പൊന്നുമോനെ എന്തോ അപായം വരുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. കരഞ്ഞ് ആ ഒരു പിതാവിൻ്റെ കണ്ണുനീര് വറ്റിയത് മാത്രമല്ല, കണ്ണിൻ്റെ കാഴ്ച വരെ മങ്ങിപ്പോയി. അങ്ങനെ ആ കിണറ്റിൽ വീണ കുട്ടിനെ അതുവഴി വന്ന മറ്റൊരു യാത്രാ സംഘം വെള്ളത്തിന് വേണ്ടി ആ കിണറ്റിലേക്ക് ഇതിൻ്റെ പാത്രം ഇറക്കിയപ്പോൾ ആ കുഞ്ഞ് അത്ഭുതകരമായിട്ട് ആ പാത്രത്തിൽ മുറുക്കി പിടിച്ചിരുന്നിട്ട് ആ യാത്രാസംഘം വെള്ളം പൊക്കിയപ്പോൾ കിട്ടുന്നത് ഈ കുഞ്ഞിനെയാണ്. ഈ കുഞ്ഞിനെ പിന്നീട് ഇവർ ഈജിപ്തിൽ കൊണ്ടുപോയിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റു. അത് അവിടുത്തെ ഒരു ഭരണാധികാരി അത് വാങ്ങി, അവൻ വളർന്നൊരു നല്ല യുവാവായി മാറി. പിന്നീട് ഈ യുവാവ് ഈജിപ്തിലെ ഭരണാധികാരിയായിട്ട് മാറി. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ, നാട് മുഴുവൻ പട്ടിണിയായപ്പോൾ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സഹോദരങ്ങളടക്കം തൻ്റെ അടുത്തേക്ക് ഒരല്പം ധാന്യത്തിന് വേണ്ടി വരുന്നൊരവസ്ഥ വരെ ഉണ്ടായി. ഒടുവിൽ എല്ലാ തെറ്റിനും മാപ്പ് കൊടുത്തുകൊണ്ട് തൻ്റെ സഹോദരന്മാരെയും തൻ്റെ പിതാവിനെയും തൻ്റെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവന്നു. ഇതൊരു പ്രവാചകനാണ്. ഏത് പ്രവാചകൻ്റെ സംഭവമാണ് ഇപ്പം ഞാനീ പറഞ്ഞെങ്കിൽ ആ ഉത്തരവാണ്, ആ പ്രവാചകൻ്റെ പേരാണ് നിങ്ങൾ ഉത്തരവായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.